നമസ്കാരം. റേക്കി ശാക്തയാണ്. ഭാവനയെ എങ്ങനെ നമുക്ക് വരുതിയിലാക്കാം എന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. റേക്കി ഭാവാത്മക സങ്കല്പത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഭാവനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. രോഗം സുഖം പ്രാപിച്ച് രോഗവിമുക്തി കൈവരിക്കുന്നത് ഭാവനയിൽ കാണുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ സമഗ്രത, വ്യക്തിത്വം, അത് ഒരു ആലൗകിക സ്വഭാവത്തോടുകൂടി പ്രകാശമയമായി നിലനിൽക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ സമഗ്രമായ ഒരു ദർശനത്തിൽ വ്യക്തിയുടെ വ്യക്തിത്വം ഫുൾഫിൽമെൻറ്റിലേക്ക് നയിക്കുന്നത് ഭാവനയിലൂടെയാണ്. ശരിക്കും ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഉത്ക്രാന്തി സംഭവിക്കണം എന്നുള്ള തോന്നലിലൂടെയാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത്. പിന്നീട് നമ്മളുടെ ഭാവനയ്ക്കനുസൃതമായ, സങ്കല്പത്തിനനുസൃതമായ ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞില്ലെങ്കിൽ ആ ജീവിതം നമുക്കൊരു നിരാശാജനകമായ ഒരവസ്ഥ സംജാതമാക്കും. അങ്ങനെ വ്യക്തി കൂടുതൽ രോഗഗ്രസ്തനാകുകയും ഒരു പരാജയപ്പെട്ട വ്യക്തി എന്ന ഒരു ചിന്ത ഉടലെടുക്കുകയും ചെയ്യും. അങ്ങനെ മിക്കവാറും എല്ലാ ആളുകളും തന്നെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ഒരാൾക്ക് പ്രദാനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ ചെല്ലുന്നിടത്തെല്ലാം തന്നെ ഒരു തിരസ്കരണ മനോഭാവമായിരിക്കും മറ്റുള്ളവരും ഇങ്ങോട്ടേക്കും പെരുമാറുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു വഴി അടച്ച് പോകുന്ന ഒരവസ്ഥയാണ് സാധാരണ ആളുകൾ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പം ഇതിനെ മറികടക്കാൻ ഭാവന അതെന്താണ്, ഈ വിഷ്വലൈസേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഭാവന? ആദ്യമായി എന്താണ് ഭാവന എന്നറിയണം. അപ്പോൾ ഇന്നതിനെ കുറ്റപ്പെടുത്തുന്നത് സാധാരണമാണ്. ഈ ഭാവന എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഉപയോഗശൂന്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ പറയുകയും ചെയ്യും. എല്ലാവരും ഈ മെറ്റീരിയൽ കൺസേൺ, അതായത് എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ ഭൗതികപരമായി ദൃശ്യമാകുന്നതിലാണ് വിശ്വാസം. പക്ഷെ എന്തു തന്നെയും ദൃശ്യമാകുന്നതിൻ്റെയും പിന്നിൽ ഒരു ഭാവനാശക്തി വർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തെറ്റായ ധാരണ മാറ്റിയെടുക്കേണ്ടത് ഓരോ ധ്യാന പരിശീലകനും കൈക്കൊള്ളേണ്ട നിലപാടാണ്. റേക്കിയിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ ശരീരത്തിലെ എല്ലാ ചക്രങ്ങളും, അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരം, ഓറയും, ഇതെല്ലാം ഭാവനയിൽ വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലുമാണ്, ഭാവനാജന്യമായതല്ല. എന്നാൽ ഭാവന എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് താനും. അതൊരു കഴിവാണ്. സങ്കല്പിക്കാനുള്ള കഴിവ് അത് വലിയ ഒരു കഴിവ് തന്നെയാണ്. ഒരാളൊരു ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെയാണ്, ഇല്ലെങ്കിൽ ഒരു സംഗീതം പാട്ട് പാടുന്നത് പോലെ തന്നെയാണ് ഒരു മനോരാജ്യത്തിൽ മുഴുകി അതിനെ സങ്കല്പിച്ച് എടുക്കുക എന്നുള്ളത്. അതൊരു കരവിരുതായിട്ടാണ് ധ്യാന സമ്പ്രദായങ്ങളിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ളിലെ ഒരു ശക്തിയാണത്, ഈ സങ്കല്പം എന്നുള്ളത്, ഭാവന എന്നുള്ളത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ശക്തി വിശേഷം തന്നെയാണത്. അത് യാഥാർത്ഥ്യമാണ്, റിയലായിട്ടുള്ള സംഗതിയാണ്. അത് അറിവാണ്, കഴിവാണ്. നിങ്ങളുടെ സത്തയ്ക്ക് ഭാവന ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതാണ്. സത്താവബോധത്തിൽ നിന്ന് ഭാവനയെ വിരയിച്ച് നിങ്ങൾക്ക് വലിയൊരു മേഖല തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ആകാശത്തിലൂടെ നിങ്ങൾക്ക് പറന്നു പോകാനൊന്നും കഴിയില്ലെങ്കിലും വലിയൊരു സ്പേസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനേകം പക്ഷികൾക്കും ഒക്കെ നിങ്ങളുടെ ഈ ആകാശത്തിലൂടെ പറക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഭാവനയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ, വാർത്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പേസ്, ഇടം നിങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ വ്യവസായ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും. അങ്ങനെ എന്തു വേണമെങ്കിലും ഭാവനയിലൂടെ നിങ്ങളൊരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു മഹാകാശം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭാവനയെ വളരെ നിസ്സാരവൽക്കരിച്ച് കളയേണ്ട ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ സത്താവബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ഭാവന എന്നുള്ളത്. അത് ഈ സത്താവബോധത്തിൽ അനേകം കഴിവുകൾ നിങ്ങളുടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിൽ ശക്തി അതിങ്ങനെ ചുരുട്ടി വച്ചിരിക്കുന്നുണ്ട്. അതിനെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ധ്യാനത്തിലൂടെ ആരംഭിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ സങ്കല്പം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. യാന്ത്രികമായിട്ട് നിങ്ങളെല്ലാം ഭാവനയിൽ അല്പസ്വല്പമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ആ ഒരു കഴിവിനെ വീണ്ടും ഒന്ന് പുഷ്ടിപ്പെടുത്തുക എന്ന് മാത്രമാണ് ഇവിടെ ഊന്നിപ്പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭാവനയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഒരു രോഗിയെ നല്ല രീതിയിൽ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും. ഭാവനയിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഊർജത്തെ പ്രവഹിപ്പിക്കാൻ സാധിക്കും. ഊർജം എന്നുള്ളത് അത് ലൈറ്റ് വേവ്സ് ആയിട്ടാണ് വരുന്നത്. ഈ ലൈറ്റ് വേവ്സ് കോസ്മിക് തരംഗങ്ങളെ നിങ്ങളുടെ ആധാരചക്രങ്ങളിലൂടെ സ്വാംശീകരിച്ചെടുക്കാനും കൈവെള്ളകളിലൂടെ പകർന്നു നൽകാനും നിങ്ങൾക്ക് ഭാവനയിലൂടെ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ, അതുപോലെ രോഗികളെ നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ഹീൽ ചെയ്യാൻ, സുഖപ്പെടുത്താൻ സാധിക്കും. അത്രമാത്രം വലിയ ഒരു സങ്കല്പത്തിലേക്ക് നിങ്ങൾ വളരാൻ ഇടയാകണം റേക്കിയിലൂടെ. അങ്ങനെ റേക്കി പരിശീലിക്കുന്നവർക്ക് ഒരു സൂക്ഷ്മ ശരീരത്തിൻ്റെ ആ എൻലാർജിങ് കപ്പാസിറ്റി, അതുപോലെ എൻലൈറ്റ്മെൻറ്റിലേക്ക് ഒരു വഴി വയ്ക്കുന്നു അത്. അപ്പോൾ ഭാവന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് നിസ്സാരവൽക്കരിക്കരുത്. എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലും ഒരു ഭാവന നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. അത് ശുഭസൂചകമായിട്ടുള്ള ഒരു ഭാവന ആയിരിക്കണമെന്ന് മാത്രം. ഈ വളരെ ഇതായിട്ട് തണുത്ത് മരവിച്ച അവസ്ഥയിൽ 0 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള സ്ഥലത്ത് ബുദ്ധിസ്റ്റുകൾ ധ്യാനം പരിശീലിക്കുന്നുണ്ട്.
അവർക്ക് ആ തണുപ്പ് അവർ അതിജീവിക്കുന്നത് ഒരു ബുദ്ധൻ അതിങ്ങനെ കഠിനമായ മഞ്ഞിൽ അന്തരീക്ഷത്തിൽ താപനില 0 ഡിഗ്രിയിലേക്കായ അവസ്ഥയിൽ നിന്ന് ഈ ധ്യാനം പരിശീലിക്കുന്നത് ഒരു ഭാവനയിലൂടെയാണ്. ചോര പോലും മരവിക്കുന്ന അവസ്ഥയിലാണ് ഈ ബുദ്ധൻ നിലകൊള്ളുന്നത് പുറത്ത്. പക്ഷേ അവസ്ഥ അദ്ദേഹം ശരിക്കും വിയർത്തു തുടങ്ങുകയാണ് ആ സമയത്ത് ധ്യാനത്തിൽ. അതെന്താണ് സംഭവിച്ചതെന്ന് കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർപ്പ് യഥാർത്ഥമാണ്, ശരീരത്തിൽ അത് നടക്കുന്നുണ്ട്. പക്ഷേ പുറത്ത് -ഡിഗ്രി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം ശരിക്കും ചുട്ടുകൊള്ളുകയാണ്. ഈ യാഥാർത്ഥ്യം ഭാവനയിലൂടെയാണ്, ഭാവനയുടെ സൃഷ്ടിയാണ്. അതെങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ നിൽക്കുന്ന സമയത്ത് പരിശീലിക്കുമ്പോൾ വിയർക്കുകയാണ്, ചൂടുകൊള്ളുകയാണ്, എന്നിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ് എന്നുള്ള ഒരു ഭാവാത്മക സങ്കല്പത്തിലാണ് ആ ഒരു അവസ്ഥ അവിടെ സംജാതമാക്കുന്നത്. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ ഭാവനയുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം പ്രവർത്തനക്ഷമമായി തീരും. നിങ്ങളുടെ ഭാവനയുടെ ചെയ്തിയാണവ എന്നറിയാതെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഭാവനയിൽ കൂടി നിങ്ങൾ രോഗങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ പകർച്ചവ്യാധി ഇവിടെ എത്തിയത് കൊണ്ട് എല്ലായിടത്തും പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഭാവനയിൽ കാണുന്നു, പറയുന്നു. നിങ്ങൾക്ക് സ്വീകരണക്ഷമത കൈവന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഭാവനയിൽ ഇന്നൊരു ദിവസം മോശമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് മുഴുവൻ മോശമായിരിക്കും. അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായി നാം നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശം, സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നതായിട്ട്, അങ്ങനെ നിൽക്കുന്നതായിട്ട് ഒരു പ്രകാശം മുനിഞ്ഞ് കത്തുന്നതായിട്ട് കാണുകയും ആ പ്രകാശത്തിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്, ഞാനിങ്ങനെ പ്രകാശമായി വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം ഞാൻ എന്ന സങ്കല്പത്തിൽ ഞാൻ പ്രകാശമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പുറത്തേക്ക് എല്ലാ സ്ഥലത്തേക്കും പോയി കഴിഞ്ഞാൽ നോക്കുന്ന ഓരോ വസ്തുവിലും നിങ്ങൾ ഞാൻ പ്രകാശമാണ് എന്ന് സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ആ പ്രതികരണം വളരെ ബൃഹത്തായ ഒരു പ്രതികരണമായിരിക്കും. അത് നിങ്ങളിലേക്ക് പ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളൊരു എൻലൈറ്റൻഡ് ബീയിങ് ആയി തീരാൻ സാധിക്കും. ഇൻഫീരിയർ സോളിൽ നിന്ന് നിങ്ങൾക്കൊരു സുപ്പീരിയർ സോളായിട്ട് വളരാനുള്ള അവസരമായിട്ടത് മാറും. അപ്പോൾ റേക്കിയുടെ ആ ഒരു കാലകൃത്യം എന്ന് പറയുന്ന ആ ഒരു ധ്യാനം, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഭൂമിയിൽ കാല് വെക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിലെ പ്രകാശം, ചെറിയ പ്രകാശം, അതൊരു വലിയ പ്രകാശത്തിലേക്ക് ചേരുന്നു, ഞാൻ പ്രകാശമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് രാവിലെ ഉണരുക. അതിനുശേഷം റേക്കി ഇൻവോക്ക് ചെയ്യുക. എന്നിട്ട് അല്പസമയം റേക്കി ചെയ്യുക. റേക്കി ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അത് ശരീരത്തിന് നിറഞ്ഞതിന് ശേഷം മെല്ലെ ഇറങ്ങി പുറത്തേക്ക് പോവുക. നടക്കുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ പ്രകാശമായിട്ട് നടക്കുക. നോക്കുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ പ്രകാശമായിട്ട് നോക്കുക. എൻ്റെ ഉള്ളിലൊരു പ്രകാശമുണ്ട്, അതെൻ്റെ മുമ്പിലുണ്ട്, ഇടതുഭാഗത്തുണ്ട്, വലതുഭാഗത്തുണ്ട്, പിൻഭാഗത്തുണ്ട്. അത് ഞാൻ ചെല്ലുന്ന എല്ലായിടത്തും ഉണ്ടായിരിക്കും. അത് എനിക്ക് മാത്രമായിട്ടുള്ള ഒരു ആലക്തിക ഘണം ആണ് എന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടി നിങ്ങൾ പോവുക. അത് എല്ലാ മനുഷ്യായനങ്ങളിലും ഈ പറയുന്ന ആലക്തിക സ്വഭാവമുള്ള ആ പ്രകാശം ഇങ്ങനെ ദ്യുതിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ നാം കണ്ടുമുട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ഓൾ വാക്സ് ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ പ്രകാശത്തെ തിരിച്ചറിയുക. എല്ലാറ്റിനും അതിൻ്റെ ഇത് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. ഭാവനയിലൂടെ നിങ്ങൾ റേക്കിയെ പ്രസരിപ്പിക്കുക. എല്ലാറ്റിനെയും ഭാവാത്മക സങ്കല്പത്തിൽ ഒരു രോഗി വരുന്നതിന് മുമ്പ് തന്നെ നാം രോഗികളെ എങ്ങനെ ചികിത്സിക്കണമെന്ന് ആദ്യം തന്നെ ഒരു ഭാവാത്മക സങ്കല്പത്തിൽ ഒരു പദ്ധതി, ഒരു മൊഡ്യൂള് ഉണ്ടാക്കി വയ്ക്കുക, ഉണ്ടാക്കിയെടുക്കുക. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കുമെന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക.
ഈ താന്ത്രിക സമ്പ്രദായവും പാശ്ചാത്യരുടെ മോഹനിദ്രയും തമ്മിലുള്ള വ്യത്യാസം ആണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ഹിപ്നോട്ടിസ്റ്റുകളൊക്കെ കരുതുന്നത് നിങ്ങൾ ഭാവനയിൽ കൂടി എന്തൊക്കെയോ സൃഷ്ടിക്കുന്നു എന്നാണ്. തന്ത്ര പറയുന്നത് നിങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല എന്നാണ്. ഭാവനയിലൂടെ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന എന്തൊക്കെയുമായും താതാത്മ്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഭാവനാ സൃഷ്ടികളിൽ ഒന്നിനും ചിരസ്ഥായിയാകാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമെങ്കിൽ അല്ലെങ്കിൽ അത് കൃത്രിമമാണ്, അയാഥാർത്ഥ്യമാണ്. നിങ്ങൾ സൃഷ്ടിക്കുന്നത് മതിഭ്രമമായി മാറുകയും ചെയ്യും. പക്ഷേ നിരന്തരമായിട്ടുള്ള ഭാവാത്മക സങ്കല്പത്തിലൂടെ അത് പദാർത്ഥ ലോകത്തിൽ പിറവി കൊള്ളും എന്നുള്ളതാണ്. നമ്മളൊരു മെഴുകുതിരിയെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ മെഴുകുതിരിയുടെ ഇതിലേക്ക് കുറച്ച് സമയം ഇരുട്ടത്ത് നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്കാതെ തന്നെ അതിൽ നിന്ന് മെല്ലെ പ്രകാശം ഇങ്ങനെ വിരിയാൻ തുടങ്ങും. നിറങ്ങൾ, ഈ നിറങ്ങൾ സപ്തവർണ്ണങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. മഴവില്ലിൻ്റെ നിറങ്ങൾ അതവിടെ ഉണ്ടായിരുന്നതല്ല, നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കുറേ സമയത്തിനകം അത് അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ഈ നിറങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ നിറങ്ങളിൽ നിന്നാണ് പദാർത്ഥത്തിൻ്റെ എലമെൻ്ററി പാർട്ടിക്കിൾ, സൂക്ഷ്മതന്തുക്കൾ ഉണ്ടാകുന്നത് എന്നാണ് സയൻസ് പറയുന്നത്. ഈ സൂര്യനില്ലെങ്കിലും തന്നെ നമുക്ക് ഇതിൽ നിന്നും പ്രകാശം ഇങ്ങനെ പുറത്തു വരുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാം തന്നെ പ്രകാശങ്ങളാണ്. പ്രകാശത്തെ ഏത് രീതിയിൽ നമുക്ക് ഭാവനയിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പിന്നീടുള്ള നമ്മളുടെ റെയ്ക്കിയുടെ പ്രയാണത്തിലും കൈകളിൽ നിന്നുള്ള ഫ്ലോ ഓഫ് എനർജിയും നിലകൊള്ളുന്നത്. ഇപ്പോൾ എത്രമാത്രം നമുക്ക് ലോകത്തെ കളർഫുള്ളായി കാണാൻ കഴിയുമോ, എത്രമാത്രം നമുക്ക് മനുഷ്യരെ നിറശോഭയോടുകൂടി കാണാൻ കഴിയുകയോ, എത്രമാത്രം നമുക്ക് ജീവികളെ, ജീവസമൂഹത്തെ, അനിമൽ കിങ്ഡത്തെ അല്ലെങ്കിൽ സസ്യലതാദികളെ അതിൻ്റെ തന്നെ തനതായ രീതിയിൽ കണ്ണടച്ചിരിക്കുമ്പോഴും അത് മുന്നിൽ നിൽക്കുന്നതായിട്ട് ഭാവനയിൽ കാണാൻ സാധിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യൻ്റെയും ജീവിതം ഏത് വിധേന കടന്നു പോകുന്നു എന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നു. അപ്പോൾ മാത്രമാണ് ഒരാളിൽ പൂർണ്ണമായ ഒരു ഭാവന വിരിഞ്ഞു വരികയുള്ളൂ. ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഭാവനയെക്കുറിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് ആദ്യം ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടു മുമ്പിൽ ഒരു വലിയ കണ്ണാടിയെ സങ്കല്പിക്കുക. ആ കണ്ണാടിയിൽ നിങ്ങൾ നിങ്ങളുടെ രൂപത്തെ കാണുക, ഭാവനയിൽ കാണുക. ആ രൂപം നിങ്ങളെ നോക്കിച്ചിരിക്കുന്നു, രൂപം നിങ്ങളെ നോക്കിച്ചിരിക്കുന്നു, നിങ്ങൾ രൂപത്തെ നോക്കിച്ചിരിക്കുന്നു. അപ്പോൾ കണ്ണാടിയിൽ നിങ്ങളുടെ രൂപം നിങ്ങൾ ഭാവനയിൽ കാണുമ്പോൾ രൂപത്തെ നോക്കി ചിരിച്ചിട്ട് പറയുക, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. വീണ്ടും ഇന്നർ സ്മൈലിങ്ങിലൂടെ വീണ്ടും ആ രൂപത്തെ നോക്കിയിട്ട് പറയുക, യു ആർ ഓക്കെ, യു ആർ ഓക്കെ, യു ആർ ഓക്കെ. തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിൽ തന്നെ ഈ പ്രകാശം, നിങ്ങളുടെ ഈ പ്രതിബിംബം തന്നെ നിങ്ങളെ തേജോമയമാക്കും, പ്രകാശമയമാക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തടസ്സവും കൂടാതെ വന്നു ചേരും. ബൃഹത്തായിട്ടുള്ളൊരു മഹാകാശത്തിൻ്റെ ഭാവന, ഒരു മഹാകാശം നിങ്ങളുടെ സ്പേസായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിൽ അനേകം കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിപ്പിക്കുക. അങ്ങനെ ഒരു വൈഡായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഭാവനയിലൂടെ കാണുകയും വലിയൊരു നല്ലൊരു ജീവിതം നിങ്ങൾ ഭാവനയിലൂടെ പ്രസ്താവിക്കുകയും നോക്കിക്കാണുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ റെയ്ക്കിയെ പ്രയോജനപ്പെടുത്തുക. അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലൈറ്റ് ഓഫ് റെയ്ക്കി.